വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് മുട്ട മസാല തട്ടുകട സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് തട്ടുകടയിൽ നിന്ന് നല്ല ചൂട് ദോശയുടെ കൂടെയും ഒക്കെ കിട്ടുന്നതാണ്. അല്ലാതെ ഇത് തന്നെ വാഴയിലേക്കകത്ത് നല്ല ചൂടോടെ ഇട്ടിട്ട് മേടിച്ചിട്ട് പോകാം. പാഴ്സലായിട്ടൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി കാണിക്കുകയല്ല. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇതുപോലെ ഒന്ന് വെരി സിമ്പിളാണ്, അധികം കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രീൻ പീസ് പാകത്തിനായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഒരുപാടങ്ങ് വെന്ത് പോവുകയും ചെയ്യരുത്, ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടണം. അപ്പോൾ അതിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് ആയിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിരിക്കുന്നു. പിന്നെ എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. വെളുത്തുള്ളിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ, വെളുത്തുള്ളി ചേർക്കരുത്. അതുപോലെ തക്കാളി 2 ചെറിയ തണ്ട് തക്കാളി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്ത് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം. ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് കുരുമുളക് പൊടി ഞാൻ ആവശ്യത്തിൽ കുറച്ച് കൂടുതലുണ്ട്, ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ഒരു വ്യത്യാസം വരും. ഒരുപാട് മൂപ്പിച്ചെടുക്കുകയും ചെയ്ത് ആവശ്യത്തിന് ഇത് ഇളക്കി കൊടുക്കുകയാണ് ഇഞ്ചി. ഇനി നമുക്ക് അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ കറിവേപ്പില മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ആ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വാടിയേ. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി കുറച്ചൊന്ന് വാടണം, ഇത്രയൊന്ന് ആയപ്പോരാ, നന്നായിട്ട് കുറച്ച് വാടണം. ഒരുപാടങ്ങ് വാടണ്ട, എന്നാലും ഒരു പാകമാകുമ്പോൾ കാണിച്ചു തരാം. അതുപോലെ വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉള്ളി വാടുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഈ ഒരു പരുവം മതി. അപ്പം ഉള്ളി വാടി വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കുക. തക്കാളി ഉള്ളിയൊക്കെ ഏകദേശം ഒരു കണക്കിനായി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയി. ഇനി അതിൻ്റെ നടുഭാഗത്ത് 3 മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 4 മുട്ടയും ആവാം, കുഴപ്പമില്ല. മുട്ട കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നതാണ്, ടേസ്റ്റാണ്. പക്ഷെ ഞാൻ 3 ചേർക്കുന്നുള്ളൂ. 4 മുട്ട ഉപയോഗിക്കാം, കാരണം അത്യാവശ്യം ഉണ്ട് ഗ്രീൻ പീസ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു, അതിന് മുകളിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം നമുക്കത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വേറൊരു ടേസ്റ്റ്. അത് ഇഷ്ടമുള്ളവർക്ക്, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് മല്ലിയില ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി, എന്നാലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇത് ഇളക്കി ഏകദേശം ഇതുപോലെയൊക്കെ ആയി. കുറച്ചുകൂടി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഉള്ളി മുട്ടയൊക്കെ അതെല്ലാം ഒന്ന് ഡ്രൈ ആയി ഇതുപോലെ വന്നു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം. ഗ്രീൻ പീസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് വെന്ത് പോയാൽ അത് കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. അതുപോലെ കട്ടിക്കാൻ കിട്ടിയാലും അതും ഒരു സുഖമില്ല. അപ്പോൾ ഈ ഒരു പാകം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കാൻ നോക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ചേർത്തിരുന്നു, കൂടാതെ കുറച്ചും കൂടി. പിന്നെ ബാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കുക. ഇതും കൂടി ഒന്ന് ഗ്രീൻ പീസിൽ വേവിച്ചതിന് കുറച്ചൊരു വെള്ളമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് പോട്ടെ. അപ്പോൾ നമ്മുടെ
ഗ്രീൻ പീസ് മുട്ട മസാല തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിൽ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ? അപ്പോൾ ഇത് വാഴയിലേക്ക് മാറ്റുകയാണ് ചൂടോടെ. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. പുട്ടിൻ്റെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതേ ടേസ്റ്റ് തന്നെയാണ്, അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചത്തക്കാളി ഇങ്ങനെ അരിഞ്ഞൊന്ന് വെച്ചു. പിന്നെ ചിലർക്ക് നാരങ്ങ ഒഴിച്ചിട്ടും കഴിക്കാം. അതുപോലെ മല്ലിയില ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക്സ് എവരി വൺ.